ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ മലേഷ്യയിൽ എത്തിയിട്ടുള്ള 3rd ഡേ ആണ് കേട്ടോ. ഇപ്പോൾ നമ്മളുള്ളത് കോലാലംപൂരാണ്. നമ്മൾ ഇന്നലെയാണ് കോലാലംപൂരിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നേ നമ്മൾ ലങ്കാവിയിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നലെ ഫ്ലൈറ്റ് എടുത്തിട്ട് കോലാലംപൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ 2-3 സ്ഥലമൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ പ്രാവശ്യം വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല, ലോങ് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം എനിക്ക് ഭയങ്കരമായിട്ടുള്ള തലവേദനയായിരുന്നു. ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ എന്താ വെച്ചാൽ ചൂടും എല്ലാം കൂടി ആയിട്ട് മൈഗ്രെയിൻ ഭയങ്കരമായിട്ട് എന്നെ ബാധിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാഞ്ഞത്. പക്ഷേ ഇന്ന് കുറച്ച് ബെറ്ററാണ്. പക്ഷേ വെയിൽ കാണുമ്പോഴത്തേക്കും ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. ഭയങ്കര ചൂടാണ് കേട്ടോ. ചൂടെന്ന് വെച്ചാൽ എക്സ്ട്രീം ചൂടാണ് ഇവിടെ. ആൻഡ് ഇവർ പറയുന്നത് ഇവിടെ വിൻ്റർ സീസണേ ഇല്ല, ഏത് സമയം ചൂടാണെന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വിൻ്റർ സീസൺ നോക്കി വരാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല, മലേഷ്യയിലില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ ഇന്നെങ്കിലും ഞാനൊരു വീഡിയോ എടുക്കാം എന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. എനിക്കറിയില്ല, ഒന്നാമത് ട്രാവലിംഗ് ഒക്കെ കൂടി ആകുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന വരികയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല ഇന്ന് എങ്ങനെ ഉണ്ടാവുമെന്ന്. പക്ഷേ ഞാൻ കുറച്ചെങ്കിലും വീഡിയോസ് എടുക്കാം എന്ന് വിചാരിച്ചു. ഞാൻ മലേഷ്യ പോകുന്നൊരു ഒരു വീഡിയോ പോലും ഷൂട്ട് ചെയ്തിട്ടില്ല. എല്ലാം ഷോർട്സ് ആക്കി ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ലോങ് വീഡിയോ ഞാൻ അങ്ങനെ ഷൂട്ടേ ചെയ്തിട്ടില്ല. വരുന്ന സമയത്ത് ട്രാവലിങ്ങിൻ്റെ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതൊരു നല്ല തുടക്കമാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ പോകുന്നത് കുറച്ച് ടവേഴ്സൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നമ്മൾ ടൂർ പാക്കേജ് എടുത്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഞാൻ വഴിയേ പറയാം കേട്ടോ. നമ്മളെടുത്തിട്ടുള്ള ടൂർ പാക്കേജ് ഏതാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇപ്രാവശ്യം ഞങ്ങളുടെ കൂടെ ഉള്ളത് അച്ഛനും അമ്മയാണ് കേട്ടോ. അച്ഛൻ അങ്ങനെ ഞങ്ങളുടെ കൂടെ ഇതുവരെ ഒരു ട്രിപ്പിനും വന്നിട്ടില്ല കേട്ടോ. അച്ഛൻ അങ്ങനെ വലിയ താല്പര്യമില്ല ട്രിപ്പൊന്നും പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്രാവശ്യം മലേഷ്യ വന്നപ്പോൾ അച്ഛന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് വിശേഷം. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. ഞങ്ങളിത് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. ഇന്ന് നമുക്ക് 10:15 ആകുമ്പോഴത്തേക്ക് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ നമ്മളെ ഗൈഡ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും റെഡി ആയിട്ട് ഫുഡൊക്കെ ഓൾറെഡി കഴിച്ചു കേട്ടോ. ഇവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് നമ്മളിത് ഇറങ്ങാനായിട്ട് പോവാണ്. ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഞാൻ ഫുൾ സ്ലീവ് ഉള്ളത് ഇട്ടതാണ്. കാരണം ഭയങ്കര വെയിലായതുകൊണ്ട് ടാൻ അടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ സ്ലീവൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോവാണ് കേട്ടോ. 2 റൂംസാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾക്ക് 2 ഓപ്പോസിറ്റ് റൂംസാണ് കിട്ടിയത്. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള റൂമാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഭയങ്കര ഈസിയാണ്. കാരണം നമുക്ക് മാത്രമായിട്ടൊരു പ്രൈവറ്റ് സ്പേസ് ഉള്ള പോലെ ഫീൽ ചെയ്യും. നമുക്ക് കാർഡൊക്കെ എടുത്ത് ഫോണും എടുത്ത് ഇറങ്ങാം. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. ഇതാണ് അച്ഛൻ്റെ അമ്മേൻ്റെ റൂം. സോ ഭയങ്കര ഈസിയാണ്. ഇതൊരു കോർണർ യൂണിറ്റ് പോലത്തെ റൂമാണ് കേട്ടോ. ഇങ്ങനെ 2 റൂം വരുന്നത്, ഫേസ് ടു ഫേസുള്ള റൂം വരുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഈസിയാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അവർ ലോക്ക് ചെയ്തിരിക്കാം. ബെല്ലടിച്ച് തുറക്കാനായിട്ട് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സിറ്റി തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ഹോട്ടൽ വന്നിട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ നടന്ന് പോകാനായിട്ട് ഭയങ്കര ഈസിയാണ് ഒരു സ്ഥലത്തേക്ക്. ആ കാണുന്നതാണ് ഞങ്ങളുടെ വണ്ടി. അതിലാണ് നമ്മൾ പോകേണ്ടത്. വലിയ വണ്ടിയായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 8 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ പോലത്തെ വണ്ടിയായിരുന്നു. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ബാട്ടു കേവിലാണ്. ഇവിടെയാണ് മുരുക ടെമ്പിൾ ഉള്ളത് കേട്ടോ. സോ ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ്. ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോസിലും ഫോട്ടോസിലൊക്കെ കണ്ട പോലെ തന്നെ ഭയങ്കര ഇതിനെക്കാട്ട് അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. മുരുകൻ്റെ സ്റ്റാച്ചു ഭയങ്കര വലുതാണ് കേട്ടോ. ഇങ്ങനെ ആകാശം മുട്ടി നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു. പിന്നെ ബാക്കിലാണെങ്കിൽ ഭയങ്കര നല്ല വ്യൂ ആണ് കേട്ടോ. നിറയെ പാറയൊക്കെ ആയിട്ട് ഭയങ്കര രസമുള്ള വ്യൂ ആണ്. നിങ്ങൾ കണ്ടോ? നമ്മൾ ദൂരം നോക്കുമ്പോഴത്തേക്കും ഭയങ്കര സൂപ്പറായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ട് പോവാം. കുറേ സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, സ്റ്റെപ്പിനൊരു പ്രത്യേകത നിങ്ങൾ കണ്ടോ? കളേർഡ് ആയിട്ടുള്ള സ്റ്റെപ്സാണ് നിറയെ ഉള്ളത്. അപ്പോൾ ദൂരെ നിന്ന് ഇങ്ങനെ കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ നിങ്ങൾക്ക് അടുത്തുനിന്ന് കാണിച്ചു തരാം കേട്ടോ. സ്റ്റെപ്സിൻ്റെ ഭംഗി നല്ല രസമുണ്ട് കാണാനായിട്ട്.
മുരുക ടെമ്പിളിൻ്റെ അടുത്തായിട്ടൊരു ആഞ്ജനേയൻ്റെ ടെമ്പിളും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി കാണാം എന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, അവിടെ അടുത്ത് തന്നെയായിട്ടാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോയിട്ടൊന്ന് നോക്കി നോക്കാം. ഇവിടെ എൻട്രി ഫീസ് ഉണ്ടെന്നാണ് കേട്ടത്, അറിയില്ല, അവിടെ പോയാലേ അറിയുള്ളൂ എന്തിനാണ് എൻട്രി ഫീസ്. ചിലപ്പം അമ്പലത്തിൻ്റെ ഉള്ളിൽ എൻട്രി ചെയ്യാനായിരിക്കാം. നമുക്കവിടെ പോയിട്ട് നോക്കാം. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെയൊക്കെ നിറയെ കാറുകൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഞങ്ങളെ വണ്ടിയൊക്കെ പുറത്താണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ സ്പേസ് ഇല്ല പറഞ്ഞപ്പോൾ അവർ പുറത്ത് നിർത്തിയിട്ടിരിക്കുകയാണ്. അത്രയും ആൾക്കാരുണ്ട് കേട്ടോ അവിടെ. ഈ ചൂട് സമയത്തും അല്ല, ഇവിടെ എപ്പോഴും ചൂടാണ്, എന്നാലും ഇത്രയും ചൂടത്തോടെ ആൾക്കാരുണ്ട് എന്ന് പറയുന്നതിന് ഭയങ്കര അത്ഭുതമാണ്. ഭയങ്കര ചൂടാട്ടോ. നിങ്ങൾ മലേഷ്യ വരികയാണെങ്കിൽ മസ്റ്റായിട്ടും സൺഗ്ലാസ് കൊണ്ടുവരാനായിട്ട് മറക്കരുത്. അത്രയും ചൂടാണ്, നിങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഇവിടെ കുറേ പേരുടെ അടുത്ത് കുടയും ഞാൻ കണ്ടു. ഇവിടെ കുടയും ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ്. കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും കുടയൊക്കെ കൊണ്ടുവന്ന് വന്നിട്ടുണ്ടെങ്കിൽ. നമ്മളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ആണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ്. ഇവിടെ ഏകദേശം ഒരു 1 ഹവറോളം നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോണത്. അപ്പോൾ വണ്ടി ഈ കാണുന്ന പാർക്കിങ്ങിൽ നിർത്താൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പുറത്താണ് നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളടുത്ത് നമ്മളെ ഗൈഡ് പുറത്തേക്ക് വരാനായിട്ട് പറഞ്ഞു കേട്ടോ. ഞങ്ങളിതാ പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ കണ്ട വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര ക്ലീനാണ് കേട്ടോ. പുറത്തൊന്നും വേസ്റ്റ് ഇടാനായിട്ട് പറ്റില്ല. ഇപ്പോൾ നമ്മൾ കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അവാന സ്കൈ ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മളെ കേബിൾ കാർ ഉള്ളത്. സോ നമ്മൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊരു മോളിൻ്റെ ഉള്ളിലാണ് ആക്ച്വലി വരുന്നത്. ഓൾറെഡി നമ്മൾ ടിക്കറ്റ്സ് എടുത്തതുകൊണ്ട് നമുക്ക് ടിക്കറ്റ്സിന് പ്രശ്നമൊന്നുമില്ല. നമ്മളങ്ങനെ ലൈനിൽ നിന്ന് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ടൂർ പാക്കേജിൽ തന്നെ ടിക്കറ്റ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് നമുക്ക് ലൈനിൽ നിന്ന് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നേരെ നമുക്ക് സ്കാൻ ചെയ്തുള്ളിലേക്ക് കയറാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതിലാണ് നമുക്ക് പോകേണ്ടത്. ടിക്കറ്റ്സ് എടുക്കാനാണെങ്കിൽ ആ ഒരു സ്ഥലത്ത് പോയി നമ്മൾ ടിക്കറ്റ്സ് എടുക്കണം. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് നേരെ ഇതിൽ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ ഉള്ളൊരു ചൈനീസ് ടെമ്പിൾ കാണാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേബിൾ കാറിൽ വേണം ഇത് കാണാൻ വരാൻ വേണ്ടിയിട്ട്. മുകളിലേക്കും താഴത്തേക്കും സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്തിട്ട് വേണം കേട്ടോ വരാനായിട്ട്. മുകളിലേക്ക് വരുന്ന ടിക്കറ്റ് വാലിഡ് ആയിരിക്കില്ല താഴത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ നിങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് കാര്യം 2 വേ ടിക്കറ്റ് എന്തായാലും എടുക്കണം. മുകളിലേക്കും താഴത്തേക്കും സെപ്പറേറ്റ് ടിക്കറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. കുറേ താഴത്തേക്ക് ഇറങ്ങണം കേട്ടോ. എന്നിട്ടാണ് ഈ ടെമ്പിളുള്ളത്. പക്ഷേ എസ്കലേറ്റർ ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര സുഖം, അങ്ങനെ കയറി നിന്നാൽ മതിയല്ലോ. അപ്പോൾ ഞങ്ങളിതാ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഒരു പാത്ത് വേയും കൂടി ഉണ്ട് കേട്ടോ. അതിൽ കൂടി കടന്നിട്ടാണ് ചൈനീസ് ടെമ്പിളിലേക്ക് എത്തുക. നമുക്കിങ്ങനെ കാണാൻ പറ്റും ബാക്ക് സൈഡിൽ അവിടെയായിട്ടാണ് ആ ഒരു ടെമ്പിൾ വരുന്നത് കേട്ടോ.
ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. എൻ്റെ ബാക്കിൽ കണ്ടു വലിയൊരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. ഭയങ്കര രസമുള്ളൊരു ഭയങ്കര അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഒരു മിസ്സ് തന്നെയാണ്. മലേഷ്യ വന്നിട്ട് നിങ്ങൾ ഈ ഒരു സംഭവം കണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു മിസ്സായിരിക്കും നിങ്ങൾക്ക്. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് ചുറ്റിനും കാണാൻ തന്നെ നമ്മൾ വേറെ ഏതോ സ്ഥലത്തെത്തിയ ഒരു ഫീലാണ്. കഴിച്ച് നമ്മൾ ക്യാമറയിൽ എത്ര പകർത്തിയാലും ഭംഗി ഉണ്ടാവില്ല. കണ്ണുകൊണ്ട് തന്നെ നമ്മൾ കാണണം കേട്ടോ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാനായിട്ട് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ നിറയെ ഇങ്ങനെ സീറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് കുറച്ച് നേരം ഇരിക്കാം. അവിടെ കുറേ ആൾക്കാർക്ക് ഇരിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ വ്യൂ ഒക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എൻ്റെ ബാക്ക് സൈഡിലാണ് ആ സ്ഥലം വരുന്നത്. അവിടെ ഇങ്ങനെ കുറേ പേര് ഇരിക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് എനിക്ക് പറയാനുള്ളത് ഇതൊരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. നിങ്ങൾ എന്തായാലും ഇവിടെ വരണം. മലേഷ്യ എപ്പോഴെങ്കിലും വരാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യണം. കുറേ ലെവൽസ് ഉണ്ട് കേട്ടോ. അതായത് കുറേ ഫ്ലോർ ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ലിഫ്റ്റ് കയറിയപ്പോഴാണ് അറിഞ്ഞത് ഒരുപാട് ഫ്ലോറുകളുണ്ട് കേട്ടോ അവിടെ. അതായത് അറൈവൽ ലോബി വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഒരു മ്യൂസിയം പോലെ കാണാനുള്ളതുണ്ട്. പിന്നെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത്യാവശ്യം വലിയൊരു ബിൽഡിംഗ് ആണ്. പിന്നെ താഴേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഏറ്റവും മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ നിന്നുള്ള വ്യൂ ആണ് ഇത്. അതേപോലെ നമുക്ക് വ്യൂ പോയിൻറ്റ് പോലെയൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഇതിൻ്റെ മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യൂ പോയിൻറ്റ് പോലെ കാണാൻ വേണ്ടി പറ്റും. വ്യൂ പോയിൻറ്റിൽ പോകണം നിർബന്ധമില്ല. കാരണം നമ്മളിവിടെ നിന്നാൽ തന്നെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് കിട്ടുക. പിന്നെ ശരിക്കും പറഞ്ഞാൽ ചൈനീസ് ടെമ്പിൾ തന്നെയാണ് നമുക്ക് മനസ്സിലാവും. കാരണം അവരുടെ ഒരു കളർ കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഈ റെഡും ഗോൾഡനൊക്കെ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ ചൈനീസ് ടെമ്പിളിൻ്റെ. ആൻഡ് ബ്യൂട്ടിഫുൾ അമേസിങ് വ്യൂ ആണ്. നിങ്ങൾ മസ്റ്റായിട്ട് വരണം കേട്ടോ. പിന്നെ നമ്മളിനിയിപ്പോൾ നമ്മൾ തിരിച്ച് പോവാണ്. നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അറിയില്ല ഇവിടെ ഫുഡ് കിട്ടും ഇല്ലയെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് പോയി നോക്കാം. നേരെ നടന്നിട്ട് ടോപ്പിലുള്ള ബിൽഡിങ്ങിലേക്ക് പോകാണ് കേട്ടോ. ഇവിടെ എല്ലാം എസ്കലേറ്റർ ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എസ്കലേറ്റർ ഇല്ലാണ്ട് ഇവിടേക്ക് ആരും കയറാൻ മെനക്കെടുന്ന് എനിക്ക് തോന്നില്ല. അത്രയും മുകളിലാണ് കേട്ടോ ഇതുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ബിൽഡിങ്ങാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അവിടെ എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് അവിടെയും കൂടി പോയി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ഇവിടെ നിന്നുള്ള വ്യൂസൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കയറിയാൽ നഷ്ടമില്ല നമുക്ക്. കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള സീനിക് ആയിട്ടുള്ള വ്യൂസാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് മുകളിൽ വല്ല റെസ്റ്റോറൻറ്റും ആണെങ്കിലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ ടൈം തന്നിരിക്കുന്നത് ഏകദേശം 6 മണി വരെയാണ് കേട്ടോ ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം. ഇപ്പം 2 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് മാളൊക്കെ കറങ്ങുമ്പോഴത്തേക്കും ആ ടൈം ആവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മുകളിൽ പോയിട്ട് എന്താണുള്ളത് നോക്കാം. ഫുഡ് കഴിക്കാനുണ്ട് എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കഴിക്കണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഏകദേശം മുകളിൽ എത്താനായി. ഇത് കേട്ടോ അവിടെയാണ് നമുക്ക് എത്തേണ്ടത്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എത്താനായി. എനിക്ക് തോന്നുന്നു ഒരു 2 എസ്കലേറ്റർ കൂടി കഴിഞ്ഞാൽ അവിടെ ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ കുറേ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. ബിൽഡിങ്സിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല റോഡ് ഫെസിലിറ്റിയും ഉണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ റോഡ് വഴി വരുന്നുണ്ടാവുമായിരിക്കും മുകളിലേക്ക്. നമുക്കിങ്ങനെ നടക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറേ വണ്ടികളിങ്ങനെ പോണത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വയനാട് ചുരം പോലെയൊക്കെ തോന്നുന്നു കേട്ടോ. കാരണം അത്രയും വലിയ ഹെയർ പിൻസ് ഒക്കെ ആയിട്ടുള്ള അത്രയും വലിയ ഹെയർ പിൻസ് ഒക്കെ ആയിട്ടുള്ള റോഡാണ്. എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു മോളിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. AK മാൾ എന്ന് പറയുന്ന ഒരു മോളിലേക്ക്. അതായത് അനന്തര സിഗ്നേച്ചർ മാൾ എന്നാണ് ഇതിൻ്റെ ശരിക്കത്തെ പേര് കേട്ടോ. അപ്പോൾ ഈ മാളിലാണ് നമ്മൾ എത്തിപ്പെടുക. എസ്കലേറ്റർ ഇറങ്ങുന്നത് തന്നെ പാർക്കിംഗ് പോലത്തെ സ്ഥലത്തേക്കാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ ഈ മോളിലേക്ക് കയറണം. ഒക്കെ ഞങ്ങൾ വല്ലാണ്ട് ക്ഷീണിച്ച് വലഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വെയിലും ചൂടും എല്ലാം കൂടി ആയിട്ട്
ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. പിന്നെ ട്രാവലും എല്ലാം കൂടി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ ഒന്നും ഞാനങ്ങനെ വലിയ വീഡിയോസൊന്നും ചെയ്യാണ്ടിരുന്നത്. അത്രയ്ക്കും ടയേർഡായിരുന്നു. എവിടെയും പോയി കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയിലായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. ഇത്രയും ചൂട് ഞങ്ങളാണെങ്കിൽ പ്രതീക്ഷിച്ചതുമില്ല. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ എത്തിപ്പെടുന്നത് ഇങ്ങനൊരു പാർക്കിങ്ങിലാണ്. ഇനിയിപ്പോൾ നമ്മൾ എവിടെയാണ് എക്സിറ്റ് ഡോറ് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് പോകണം. ഓക്കെ. ഇപ്പം നമ്മൾ രാത്രി പുറത്ത് ഫുഡ് കഴിക്കാൻ പോകാം എന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് ഇറങ്ങിയതാണ്. നമ്മളെ ഹോട്ടലാണിത്. അപ്പോൾ അവിടെ നിന്ന് നടന്നിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ ഏകദേശം ഒരു 5:30 ആയപ്പോഴത്തേക്കും ഇന്ന് തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 8 മണിയായപ്പോൾ ഇറങ്ങിയതാണ് പുറത്തേക്ക്. കുറച്ച് നേരം റൂമിൽ പോയി റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് ഇറങ്ങിയത് കേട്ടോ. ഫോണിലൊക്കെ ചാർജൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റൂമിൽ പോയി അതൊക്കെ ഒന്ന് റീഫിൽ ചെയ്തിട്ട് ഇറങ്ങിയതാണ് ഒരു 8 മണിയായപ്പോൾ. ഇവിടെ അടുത്ത് തന്നെ ഒരു സൗത്ത് ഇന്ത്യൻ ആൻഡ് നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ പോയിട്ട് നോക്കാം. നല്ല റിവ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഇന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ചായ കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഇവിടെ വന്നതിന് ശേഷം ചായയെ കുടിച്ചിട്ടില്ല. അപ്പോൾ ചായ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉച്ചത്തെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഉച്ചത്തെ ഫുഡ് പോലെ തന്നെ രാത്രിത്തെ ഫുഡും നന്നാവുമെന്നാണ് വിചാരിക്കുന്നത്. അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ ഫുഡ് സ്ട്രീറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ മലേഷ്യ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് തന്നെയാണ്. ഞങ്ങൾ വിചാരിച്ചു ശരിക്കും ഇതിൻ്റെ വില ഇങ്ങനെ തന്നെയാണെന്ന്. പക്ഷേ ഇന്ന് നമ്മളെ ഗൈഡാണ് പറഞ്ഞത് ആ ഫുഡ് സ്ട്രീറ്റ് കുറച്ച് എക്സ്പെൻസീവ് ആണെന്നുള്ളത്. കാരണം എല്ലാത്തിനും അവിടെ 10 റിങ്കറ്റാണ് കേട്ടോ. അതിലും താഴത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെ ഗൈഡ് എന്ന് പറഞ്ഞു ഞങ്ങളടുത്ത് ഭയങ്കര എക്സ്പെൻസീവാണ് ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുള്ള ഈ സ്ഥലം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷെ എന്നാലും നല്ല ഫുഡായിരുന്നു. നമ്മൾ ശരിക്കും നാട്ടിൽ കിട്ടുന്ന അതേ ഫുഡായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുത്തെ മലായ് ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും എക്സ്പെൻസീവ് ആയിരിക്കും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ദവാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത്. ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ആരെങ്കിലും മലേഷ്യ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മലയാളി ഫുഡ്, അതായത് കേരള ഫുഡൊക്കെ കഴിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നത് പൊറോട്ടയും പിന്നെ കോഫിയല്ല കേട്ടോ, ചായ കുടിച്ചു. ചായ കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര സമാധാനം. നാടൻ ചായ ആയിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ വന്നിട്ട് എല്ലാത്തിലും മിൽക്കല്ല, ചിലതിലൊക്കെ ഈ കണ്ടൻസ് മിൽക്കില്ലേ അത് ഒഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ചായ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ എവിടെ പോയാലും ഞാൻ കഴിക്കുന്ന എൻ്റെ ഫേവറേറ്റ് പുട്ടുമാണ് അതിൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ തിരിച്ച് റൂമിൽ പോയിട്ട് നമ്മൾ വേൾഡ് കപ്പ് കണ്ടിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. സഞ്ജുവിൻ്റെ ഗെയിം അടിപൊളിയായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ.